മറ്റന്നാളത്തെ ആവശ്യമോ? മറ്റന്നാളത്തെ ആവശ്യം ഞാൻ നാളെ മതിയോ നിനക്ക് പൈസ? ആ എടാ ഇന്ന് എൻ്റെ കയ്യിലില്ല. എൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോഴേ ഞാൻ എടുത്ത് കൊടുത്ത്. അവൾക്ക് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. എടേ ഇല്ലടേ, ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ ഉറപ്പായിട്ട് നാളെ ഒപ്പിച്ച് തരാം നിനക്ക്. ആ ഉറപ്പ്. ശരി ശരി ഓക്കെ. ശിവ, അവക്കൊരു 3000 രൂപ ആവശ്യം ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കാന്ന് ഇങ്ങനെ പറയായിരുന്നു. 3000 രൂപ ആവശ്യമുള്ളോ? അതിനാണ് ഈ ടെൻഷൻ. എന്താ മായി, എന്താ പൈസയുടെ കാര്യമൊക്കെ പറയുന്നേട്ടെ? അത് ശിവ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശിവയ്ക്ക് ഒരു 3000 രൂപ ആവശ്യം ഉണ്ടെന്ന്. മറ്റന്നാത്തെ ആവശ്യമാണ്. അപ്പൊ ഞാൻ നാളെ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ ഇപ്പൊ ഫണ്ടില്ല. എന്നിട്ട് ഇവൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മാരുടെ അടുത്ത് പറയുമായിരുന്നേ, നമ്മൾ എന്തിനാന്നൊക്കെ അറിയാതെ പൈസ അയച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ ചോദിക്കുമ്പോ പൈസ കൊടുത്തു കഴിഞ്ഞാലേ പൈസക്കൊന്നും ഒരു വിലയില്ല നമുക്കാവും. അല്ല ലച്ചു, അല്ലേ മോനെ? അല്ലേ മായി? ആണ്, അതങ്ങനെ. ശിവാൻ ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ചെലവാ. ഇങ്ങനെ എല്ലാരും ചെലവാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്റെ പഠിത്തത്തിന്റെ കാര്യം ആകുമ്പോഴത്തേക്ക് പൈസ ഇല്ലാതാവും. അയ്യോ, അങ്ങനെ ഒന്നും വരത്തില്ല. അമ്മൂമ്മയാണെങ്കിലേ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരു തുക പോസ്റ്റ് ഓഫീസിൽ ഇടുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് 18 വയസ്സാവുമ്പോഴത്തേന് ആ പൈസ കിട്ടും. അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിനെല്ലാം ആവും. പിന്നെ ഇവിടെ ഉള്ളത് മൊത്തം മക്കൾക്കല്ലയോ? അത് മാത്രമല്ല, അമ്മൂമ്മ ചായപാത്രത്തിനകത്തിട്ട് അടച്ചേ ഒത്തിരി പൈസ വെച്ചിട്ടുണ്ട്. കിട്ടും. എന്റെ പൊന്നു കല്ലു, ഇതൊക്കെ ഉണ്ടല്ലോ വെറും പാഴ്വാക്കുകളാണ്. നിന്റെ അമ്മയും ഈ നിൽക്കുന്ന പാറക്കുഞ്ഞമ്മയും നിന്റെ മാമനും ശിവകുഞ്ഞമ്മയൊക്കെ ഉണ്ടല്ലോ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തിന്റെ അവകാശികളാണ്. ആണ്. പക്ഷെ അത് അമ്മൂമ്മയോട് ചോദിക്ക്. എന്തെങ്കിലും എഴുതി തന്നാലല്ലേ അമ്മ കോടീശ്വരി ആവത്തുള്ളൂ. അല്ല മോളെ, നിന്റെ അമ്മ വെറുതെ പറയുക. നീ എനിക്കിട്ട് വെച്ചതാന്ന് മനസ്സിലായി. ഞാനേ എന്താണേലും ശിവാനെ ഒന്ന് വിളിക്കാം. എന്താ ആവശ്യം എന്നറിയാലോ. ആ ശിവ, മോളെ ക്ലാസ്സിലാ? ഇല്ല, വേറൊന്നല്ലേ വിളിച്ചേ. അമ്മായി പറഞ്ഞായിരുന്നു ശിവാനിക്ക് എന്തോ പൈസയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പം അതൊന്ന് എന്തിനാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ഓ അതായിരുന്നല്ലേ. ആ. ഓക്കെ. ഞാൻ വിളിക്കാം. ഞാൻ ഫോൺ വിളിക്കാം. ശരി. എന്താണ് ആവശ്യം? ശിവാനിയുടെ കോളേജിലെ ആർട്സ് ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ചേർന്ന് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ആവശ്യമുള്ളൂ. അമ്മയുടെ അടുത്ത് 3000 എന്ന് പറഞ്ഞാലേ 2000 കിട്ടുള്ളൂ എന്ന് ഓർത്തിട്ടാണ് അമ്മയുടെ അടുത്ത് 3000 എന്ന് പറഞ്ഞത്. 2000 രൂപ ആവശ്യമുള്ളൂ. ആർട്ട് ഫെസ്റ്റിവൽ ആണല്ലേ? ആർട്സ് ഫെസ്റ്റിവൽ. ഞാൻ വരാമേ. சித்து, இந்த சிவாக்கு விதேசத்துல போய் படிக்கணும் தான் ரொம்ப ஆசையா இருந்தது. ஆனா இங்க சென்னையில போய் படிக்க ஆரம்பிச்ச உடனே இங்க வந்தா போதும்னு ஆச்சு. ഇക്കരെ നിൽക്കുമ്പോഴേ അക്കരെ പച്ച ഉണ്ടെന്ന് തോന്നും. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? അടുപ്പയിലിരുന്ന് നോക്കിയായിരുന്നോ നീ? ஐயோ அம்மா, நான் அது மறந்துட்டேன். அது அடி பிடிச்சிருக்கும் இப்போ. அச்சோ. വാലു, നമുക്ക് അടിക്ക് പിടിച്ചത് പോയി നോക്കാം. പാവം കനകം ഏത് സമയം അടുക്കളയിലന്നേ. എത്ര പറഞ്ഞാലും കേക്കത്തില്ല. നമ്മുടെ ആഹാര കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ. എന്നാ അതൊട്ട് കഴിക്കുവോ? അതുമില്ല. ഞാനേ അമ്മമ്മയുടെ അടുത്ത് എപ്പോഴും ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്ന, ഈ കനകാന്റിക്ക് മാസാമാസം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ കൊടുത്താലൊട്ട് മേടിക്കത്തുമില്ലെന്നേ. പിന്നെ മധുരയിലോട്ട് പോവല്ലോ അപ്പനെ കാണാനായിട്ട്. പോകുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കും. അത്രേ ഉള്ളല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കനകാന്റിക്ക് മാസാമാസം ഒരു 20,000 രൂപ വെച്ച് കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ടല്ലേ? കനകാന്റിക്ക് ഒരു ഫീല് വരും, നമ്മുടെ ഫാമിലി മെമ്പർ അല്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡ് ഫീൽ ആവും. അല്ലേ ലച്ചു? അങ്ങനെ നമുക്ക് നേരത്തെ പോലെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. എന്നാലേ ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അടുക്കി പിടിച്ചത് നോക്കട്ടെ. ഈ അടുക്കി അടിച്ചത് കാണാൻ ഇത്ര ആൾക്കാർ പോണം എന്തിനാ? അത് പോണം. അത്ര വലിയ സംഭവമാണോ? അടുക്കി പിടിച്ചാ? പിടിച്ചു. ബെസ്റ്റ്. പിന്നും പട്ടിണി. ലച്ചൂസേ, നീ പറഞ്ഞപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമ്മുടെ ഫാമിലി ഒന്ന് മുന്നോട്ട് പോകാൻ എന്തോരം എക്സ്പെൻസസ് അല്ലേ? പാല്, പച്ചക്കറി, സ്റ്റേഷനറി, ഇത് കൂടാതെ പത്രത്തിന്റെ എക്സ്പെൻസ്, പെട്രോളിന്റെ എക്സ്പെൻസ്, വേറെ കുറെ എക്സ്പെൻസ് നമ്മൾ മൊത്തത്തിലേ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലേ?
അതെ അതെ അതെ. അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കും ലച്ചൂസ് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ചെലവിന്റെ പരിപാടിയൊക്കെ. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കുന്നേ. അമ്മായി സപ്പോർട്ട് ചെയ്യും, അമ്മൂമ്മ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയല്ലേ പോണത്. എന്നാലുവേ ഒരുപാട് പൈസ നഷ്ടാവുന്നുണ്ട്. ലച്ചൂസേ നീ ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കാം. എന്റെ സിധു അതല്ലേ ഞാൻ രാവിലോട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. നമ്മുടെ ചെലവൊക്കെ കുറച്ച് കുറച്ചാ കൊള്ളാം. സംഭവം എനിക്ക് മനസ്സിലായി, ഇപ്പഴാ പിടിയിട്ട്. എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നീ അപ്പൊ തന്നെ ശിവാനിക്ക് പൈസ അയച്ചു കൊടുക്കൂലായിരുന്നു. സിദ്ധുവേ, ഓ നീ എനിക്ക് എന്തിനാണ് 5000 രൂപ അയച്ചു തന്നിട്ട് ശിവാനിക്ക് കൊടുക്ക്, എന്നിട്ട് നീ അയച്ചു തന്നാണെന്ന് പറയലെന്ന് പറഞ്ഞു? അതിപ്പോ തന്നെ വന്ന് പറയണായിരുന്നല്ലേ അമ്മായിക്ക്? അമ്മായിക്ക് ബേസിക് കോമൺ സെൻസ് ഇല്ല? അല്ല സിദ്ധുവേ, അവള് 3000 രൂപയല്ലേ ചോദിച്ചോളൂ, നീ എനിക്ക് എന്തിനാണ് 5000 രൂപ അയച്ചു തന്നത്? ഇനിയിപ്പൊ പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ലെങ്കിൽ എന്തല്ലേ? എന്താ നീ ചെയ്യാ? ഞാൻ എന്താണിപ്പം ഞാൻ ഈ പൈസ അവൾക്ക് അയച്ചു കൊടുക്കട്ടാ? 5000 രൂപ അയച്ചു കൊടുക്കട്ടാ? അയച്ചു കൊടുക്കമ്മായി, ഇവൻ അയച്ചു തന്നല്ലേ. അയച്ചു കൊടുത്തേക്ക്, ശിവാനിക്ക് വേറെ ആവശ്യങ്ങൾ കാണുമല്ലോ. അല്ല, നീ എന്തിനാ എനിക്ക് അയച്ചു തന്നത്? അയച്ചു കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. സിദ്ധുവേ, ഓ ഞാൻ അവിടെ വരെ പോയ ആ ഒരു ഗ്യാപ്പില് നീ 5000 രൂപ ചെലവാക്കിയല്ലേ? നമ്മുടെ പിള്ളേരല്ലേ ലച്ചൂസേ, അവരടിച്ച് പൊളിക്കട്ടെന്ന് അല്ലേ? ആ ആ 2000 ചോദിച്ചപ്പോ 5000 അയച്ചു കൊടുത്തല്ലേ? ഒന്ന് വന്നേ, ഒരു കാര്യം പറയാം. പിന്നെ സംസാരിക്കാം. കുറച്ച് കണക്ക് പറയാനാന്നേ, വാ. പിന്നെ സംസാരിക്കാൻ ലച്ചു, നമുക്ക് ഇപ്പൊ തന്നെ സംസാരിക്കാന്ന്. ലച്ചൂസേ പിന്നെ സംസാരിക്കാം, വാടാ. സിദ്ധുവേ, നീ എനിക്ക് 5000 രൂപ അയച്ചു തന്നിട്ട് ശിവാനിക്ക് അയച്ചു കൊടുത്തിട്ട് നീ അയച്ചു തന്നെന്ന് പറയലെന്ന് എന്ത് പറഞ്ഞേ? ഒന്ന് പോയെ ഇവരെ കേട്ട അമ്മായി. ലച്ചൂസേ, ഇത് ഇനി ആവർത്തിക്കത്തില്ല, സത്യം സത്യം പറ്റിപ്പോയി.